ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷർട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പം സ്റ്റിച്ചിങ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ സ്റ്റിച്ചിങ് കാണുന്നതിന് മുമ്പായിട്ട് പോയി കട്ടിങ്ങിൻ്റെ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ കട്ട് ചെയ്ത മെറ്റീരിയൽ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആദ്യം ഒന്ന് പോക്കറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. പോക്കറ്റ് അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ മുകളിൽ ഒരു ബ്ലൂ കളർ പീസ്, പാൻറ്റിൻ്റെ പീസ് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കട്ട് ചെയ്തൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പീസ് നമുക്കിതുപോലെ പോക്കറ്റിലേക്ക് ഒന്ന് അടിച്ച് മറിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചു മറിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ലീവും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ ഒരു ബ്ലൂ കളർ പടി വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ ചീത്തവശം എടുത്തിട്ട് അതിലേക്ക് പിന്നെ ബ്ലൂ മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇതുപോലെ അടിച്ച് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മടക്കിയിട്ട് ഇതുപോലെ അരികെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് രണ്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം പോയി നിങ്ങൾ കാണുക. ഒരുപാട് മോഡലുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഞാൻ സ്ലീവും പോക്കറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് പോക്കറ്റിൻ്റെ 3 അരിക് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരരികിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ കോൺ വരുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് സൂചി നിർത്തി കൊടുത്തിട്ട് അടുത്ത സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും കോൺ പോലെയാണ് നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം കൊണ്ടുവന്ന് സൂചി നിർത്തി കൊടുക്കുക. നിർത്തി കൊടുത്തിട്ട് വേണം അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ സ്ലീവെല്ലാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷർട്ടിനൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നോർമൽ രീതിയിൽ നമ്മൾ ടോപ്പൊന്നും സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലല്ല ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് അരികൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരുപാട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലെ നമുക്ക് ആ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഉള്ളത് ഇതുപോലൊന്ന് മടക്കി ഇതുപോലെ പടി മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പടിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് കൊത്തിട്ട് കൊടുക്കുന്നത്. കറക്റ്റ് അളവ് മനസ്സിലാവും. മുകളിലും താഴെയും കൊത്തിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഇതുപോലെ മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്കാണ് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 2 പീസും ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഒരു പീസിന് ഇച്ചിരി വീതി കൂട്ടിയിട്ടും ഒരു പീസ് ഇച്ചിരി വീതി കുറച്ചിട്ടുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണ് നമ്മൾ വീതി കുറച്ചിട്ട് ചെയ്യുന്നത്. ബട്ടൺ ഹോള് വരിയാനുള്ളത് നമ്മൾ വീതി കൂട്ടിയിട്ട്, ആ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ മടക്കി അതങ്ങ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടൺ ഹോള് വരിയാനുള്ളത് നമുക്ക് ആ പീസ് നമ്മൾ ഇച്ചിരി വീതി കൂട്ടിയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ബട്ടൺസ് പിടിപ്പിക്കാനുള്ളത് അരികിൽ കൂടി ഇതുപോലെ മടക്കി ഒറ്റ സ്റ്റിച്ചിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മറ്റേതിന് 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് ആ പിന്നെ കൊത്തിട്ട് കൊടുത്ത ഭാഗത്ത് ആ അകലത്തിൽ തന്നെ നമുക്ക് 2ആയിട്ട് മടക്കി വീതിക്ക് തന്നെ അത് മടക്കി കൊടുക്കാം. നമ്മൾ ബട്ടൺസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതിനെക്കാട്ടിയും കുറച്ചുകൂടി വീതിക്ക് അങ്ങനെ ഇതുപോലൊന്ന് മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒറ്റയടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അരിക്ക് കൂടി നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആദ്യം നമ്മൾ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അരികത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ
നമ്മൾ ഇതുപോലെ എന്നിട്ട് അരി കൂടി ഇതുപോലെ നമുക്കൊന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നല്ല പക്ക ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും, കറക്റ്റായിട്ടിരിക്കും. ഇത് കുഞ്ഞുങ്ങളുടെ യൂണിഫോം ആയതുകൊണ്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയവരുടെ ആണെങ്കിൽ നമ്മൾ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഷർട്ടിന് ഇതുപോലെ പടികളിൽ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് കൊടുക്കും. ഇതുപോലെ നമ്മൾക്കിപ്പം ഫ്രണ്ട് പീസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഉറപ്പായും കാണണം, എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഷോൾഡറിന് കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ നമുക്കിത് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് മെറ്റീരിയലും ഇതുപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മളിതുപോലെ കൊത്തിട്ട് കൊടുത്തു. അതിനുശേഷം എന്നിട്ട് ഷോൾഡറിൻ്റെ ഒരു പീസ് എടുത്ത് വയ്ക്കുക. ഒരു പീസ് ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് പിന്നെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം വരാൻ പാകത്തിന് വെച്ച് കൊടുത്തിട്ട് അടുത്ത ഷോൾഡറിൻ്റെ പീസും നമ്മളിതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അന്നേരം മറിച്ചങ്ങ് ഇടുമ്പോഴത്തേക്കും ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് വരില്ല. ഇതിപ്പോൾ സ്റ്റിച്ച് കണ്ട ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഉള്ളിലേക്കാണ് പോണത്. എന്നിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പുറത്തുകൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. കറക്റ്റ് പിടിച്ച് നമുക്കത് പുറത്തുകൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഷോൾഡറിലെ രണ്ട് പീസാണല്ലോ, ഉള്ളിലുള്ള പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒറ്റ പീസ് പുറമേ ഉള്ള ആ പീസ് ഇത് കണ്ടോ ഒരു പീസ് മാത്രം ഇതുപോലെ എടുത്ത് വെക്കുക. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കുക. അകവും പുറവും ഒന്നും മാറിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പീസും കൂടെ വെച്ച് നോക്കുക, ഇത് കറക്റ്റായിട്ടാണോ വരുന്നതെന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിലത്തെ പീസ് ഇത് കണ്ടോ, ഈ പീസിനെ പിന്നെ നമുക്ക് ബാക്ക് പീസ് എല്ലാം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ പീസിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തൊന്ന് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് വരില്ല, എല്ലാം ഉള്ളിലേക്ക് തന്നെ പൊക്കോളും. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ഷോൾഡർ കൂടി സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് മറ്റേ ഷോൾഡറും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് 3 പീസും കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ തീർന്നു, ഉള്ളിലേക്ക് പൊക്കോളും. എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുത്താൽ മതി. മറിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമുക്കതിലും ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഒരു പ്ലസ് സ്റ്റിച്ചിങ് നമുക്കതിലും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പുറത്തു കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ പക്ക ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും. ഈ മോഡലിലാണ് നമ്മൾ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണുന്നുണ്ടല്ലോ, ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്കല്ലല്ലോ, ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് അങ്ങനെ വരില്ല, എല്ലാം ഉള്ളിലേക്കാണ് പോകുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ 1.25 ഇവിടെ അകലം കൊടുക്കുക. 1.25 അകലം കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ താഴേക്ക് കറക്റ്റായിട്ട് പിടിച്ച് പോക്കറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടെ സൂചി നിർത്തിയിട്ട് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെയും സൂചി നിർത്തിയിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് പോക്കറ്റ് ഫുള്ളായിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഷർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. നമ്മുടെ മക്കൾക്കൊക്കെ യൂണിഫോമൊക്കെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. പുറത്തൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊണ്ട ആവശ്യമില്ല. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ
കൈക്കുഴി ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കൈക്കുഴി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫ്രണ്ടും ബാക്കും ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്ത് നമുക്ക് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയുടെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാൻ വഴി പറ്റുള്ളൂ. എന്താ വെച്ചാൽ നോർമൽ ചുരിദാറിൻ്റെയൊക്കെ പോലെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അത് ഇതിന് പറ്റില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേ പറ്റുള്ളൂ. ഇതുപോലെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ എംബ്ലോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു യൂണിഫോമിൽ സ്കൂളിൻ്റെ. അതൊക്കെ ഞാൻ പോക്കറ്റിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ലീവ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കണം. അകവും പുറവും നോക്കി സ്ലീവ് വെച്ച് കൊടുത്തിട്ട് സ്ലീവിന് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരിച്ചിരി ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷർട്ടിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടോ, സ്ലീവ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഷർട്ട് പീസ് വെച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാമറയിൽ വന്നിട്ടില്ല, അതിനിപ്പുറത്തേക്കുള്ളതാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് വെച്ച് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിക്കൂടി പുറത്തുകൂടി നമ്മളൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരു പ്രസർ അകലത്തിൽ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഞാൻ ആ പറഞ്ഞത് കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. സൈഡ് സ്ലീവിൽ ഫ്രണ്ട് പീസ് ഉള്ളിലേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട് പീസ് ഉള്ളിലേക്ക് വരണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് കണ്ടോ, ഇതാണ് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. ബാക്ക് പീസ് ഇതുപോലെ കുറച്ചിങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരു 1/4 ഇഞ്ച് വരാൻ പാകത്തിന് ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ പുറത്തേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ അത് ബാക്ക് പീസിലേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബാക്ക് പീസിലേക്ക് മറിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ബാക്ക് പീസിലേക്ക് മറിച്ച് വെച്ച് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ താഴ്ഭാഗമാണ്. താഴ്ഭാഗവും ചെറുതായിട്ട് മടക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത്രേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. കോളർ സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത വീഡിയോയിൽ കോളർ കട്ടിങ് എങ്ങനെയാണെന്നുള്ളതും കോളർ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും. നമ്മൾ താഴ്ഭാഗം ആദ്യം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഒറ്റ മടക്കിൽ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം മാത്രമേ പക്ക ഫിനിഷിങ് വരത്തുള്ളൂ. ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഷർട്ടിൻ്റെ ഒരു പൊളച്ചിലൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പക്ക ഫിനിഷിങ്ങിൽ തന്നെ വരും. നമ്മൾ എന്നിട്ട് കോളർ സ്റ്റിച്ച് ചെയ്യുക. കോളർ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബട്ടൺ ഹോൾ വരിഞ്ഞു കൊടുക്കുക, പിന്നെ ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കുക. അത്രയും പണി മാത്രമേ ഉള്ളൂ ഷർട്ടിന്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കോളർ എങ്ങനെയാണ് കുട്ടികളുടെ ഷർട്ടിൻ്റെ കോളർ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതും അതെങ്ങനെ പക്ക പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളതുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.